ഇത് കണ്ട ഏലിയാവിനോടുള്ള ചരിത്രത്തിലാണ് സ്തോത്രം ഈ ഭാഗം കിടക്കുന്നത്. ഏറിയ നാൾ കഴിഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. വേദപുസ്തകത്തിൽ പരിശോധിച്ചാൽ സ്തോത്രം ചില പ്രത്യേക പദങ്ങൾ ഒരുപോലെ വരുന്നത് കാണാം. പല ഭാഗങ്ങളിൽ ഒരുപോലെ വരുന്നത് കാണാം. ഏറിയ നാൾ കഴിഞ്ഞെന്നുള്ള പ്രയോഗം ബൈബിളിൻ്റെ തന്നെ ഒരു പ്രത്യേക പ്രയോഗമാണ്. സ്തോത്രം ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ഏലിയാവിനോടുള്ള ബന്ധത്തിൽ ഏറിയ നാളെന്ന് പറയുന്നത് വലിയ 30,000 വർഷമൊന്നും അല്ല കേട്ടോ. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നത് ഏറിയ നാളെന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ 100 പ്രകാശ വർഷമൊന്നും അല്ല, 3 വർഷമാണ്. 3 വർഷം അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഏറിയ നാൾ കഴിഞ്ഞ് 300 കൊല്ലം കഴിഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ല, എത്രയാ? 3-ാം സംവത്സരം. സ്തോത്രം ഹല്ലേലൂയ. 3-ാം സംവത്സരം. സ്തോത്രം. എന്തുണ്ടായി? യഹോവയുടെ അരുളപ്പാടുണ്ടായി. സ്തോത്രം കേൾക്കണേ. അപ്പോൾ 3 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഒരു അരുളപ്പാടുണ്ടായത്. സ്തോത്രം. ആ അരുളപ്പാട് ഏലിയാവിനോട് 17-ാമത്തെ അധ്യായത്തിൽ വെച്ച് ആ അരുളപ്പാട് ഇതായിരുന്നു: നീ ഇപ്പോൾ ഇവിടെ നിൽക്കരുത്, ഇപ്പോൾ ഇവിടെ നിന്ന് പോണം, നീ പോയി കെരീത്തിൽ പോയി ഒളിച്ചിരിക്കണം. അതായിരുന്നു ഏറിയ നാളുകൾക്ക് മുമ്പ് സ്തോത്രം ഉണ്ടായ ഒരു അരുളപ്പാട്. സ്തോത്രം ഹല്ലേലൂയ. ഏറിയ നാളുകൾക്ക് മുമ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ വെല്ലുപ്പിൻ്റെ കാലത്ത് അരുളപ്പാടുണ്ടായിട്ട് പിന്നെ കൊച്ചുമക്കളുടെ കാലത്തെന്നല്ല എഴുതിയിരിക്കുന്നത്. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അരുളപ്പാട് പിന്നെയും വരികയാണ്. ആയുസിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചില ബ്രാക്കറ്റ് പീരീഡ് കാണും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൺട്രോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് കേൾക്കണം. ഏലിയാവ് ഒരു സാധാരണ മനുഷ്യനല്ല. ഏലിയാവ് ദൈവത്തിൻ്റെ മനുഷ്യനാണ്. ദൈവത്തെ അനുസരിക്കുന്ന മനുഷ്യനാണ്. ദൈവത്തിൻ്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടുന്ന മനുഷ്യനാണ്. ദൈവത്തിന് പ്രിയനായ മനുഷ്യനാണ്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറിയ നാളെന്ന് പറയുന്നത് 500 കൊല്ലം ആകുകയല്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയാം, ചില കാര്യത്തിൽ ഏറിയ നാളെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. അതിന്ന് പകൽക്കാലം ആദ്യത്തെ ദൂത് ഞാൻ പറയാം, അത് 50 കൊല്ലമൊന്നും നീളിയല്ല. നിന്റെ ബ്രാക്കറ്റ് പീരീഡ് ഏറിയ നാളെന്നാ വിളിക്കുന്നതെങ്കിലും ഒരു 2-3 കൊല്ലം കൊണ്ട് ദൈവം തീർത്തു തരും. ഹല്ലേലൂയ. ഏത് ദുഃഖമാകട്ടെ, ഏത് വേദനയാകട്ടെ, ഏത് രോഗമാകട്ടെ, ഏത് ശാരീരിക പ്രയാസമാകട്ടെ, ഏത് കഠിനമായ നൊമ്പരമാകട്ടെ, എന്താണെങ്കിലും ഇന്ന് പകൽക്കാലം വിചാരിക്കണം, അങ്ങനെ തന്നെ ഒന്ന് പറഞ്ഞേ, ഏറിയ നാള്. നമുക്ക് തോന്നും ഈ പ്രയാസവും കഷ്ടവും ഒക്കെ ഉള്ള നാളുകളുടെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അത് സ്തോത്രം നമുക്ക് 10 ദിവസം ചിലപ്പോൾ നമുക്ക് ഒരു കൊല്ലമായിട്ട് തോന്നും. സ്തോത്രം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാ, കർത്താവ് ഉരുകാൻ അധിക നാൾ അനുവദിക്കത്തില്ല. നിന്റെ ഏറിയ നാളെന്ന് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ, ശോധനകൾ ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും. പക്ഷെ ഏറിയ നാളെന്ന് പറയുന്നത് ഒരു 3 കൊല്ലമൊക്കെ ആകുമ്പോൾ ഏറിയ നാള് തീരും ബ്രദറെ. അതിനെന്നാ വേണമെന്നറിയാമോ? എപ്പോഴും ദൈവത്തിൻ്റെ ആളായി ജീവിക്കണം. എപ്പോഴും എന്ത് കഷ്ടം വന്നാലും, എന്ത് പ്രയാസം വന്നാലും, നഷ്ടം വന്നാലും, സ്തോത്രം ഹല്ലേലൂയ, നമ്മുടെ കയ്യിൽ പണം ഇല്ലെങ്കിലും, എല്ലാവരും നമ്മളെ പറ്റിച്ചിട്ട് പോയാലും, ബന്ധുക്കൾ നമ്മുടെ വഴി അടച്ചു കളഞ്ഞാലും, നമ്മുടെ സാധ്യതകൾ കൂടെ കൂടെ പരാജയമായാലും, എന്തൊക്കെ വന്നാലും കഷ്ടങ്ങളുടെ നടുവിലും ദൈവത്തിൻ്റെ ആളായി ജീവിച്ചാൽ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഒരു 3 കൊല്ലം കൂടിയാൽ അത് കഴിയുമ്പോൾ നിന്റെ ഏറിയ കാലം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നാട്ടുകാർ പറഞ്ഞില്ലേ, എത്ര കാലമായി നിങ്ങൾ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി രോഗം തുടങ്ങിയിട്ട്, എത്ര കാലമായി എന്ന് പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങൾ ഏറിയ കാലത്തിന്റെ ദൈർഘ്യം കുറയും. പക്ഷെ ജീവിതത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കണം, ചില സന്ദർഭങ്ങളിൽ എല്ലാവർക്കും കാണും ഒരു ഇരുണ്ട കാലഘട്ടം. യോസേപ്പിൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു കുറേ കാലഘട്ടങ്ങൾ. ചേട്ടന്മാർ വിറ്റിട്ട് പിന്നെ യോസേപ്പ് പൊങ്ങുന്നത് ബൈബിളിൽ നമുക്ക് ചരിത്രം കിട്ടിയിട്ടുണ്ട്. പിന്നെ തെളിഞ്ഞു വരുന്നത് സ്തോത്രം എപ്പോഴാണെന്നറിയാമോ? ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് സിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുമ്പോഴാണ്. അതുവരെയുള്ള കാലഘട്ടം അവൻ്റെ ജീവിതത്തിനകത്ത് ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു. 40 കൊല്ലങ്ങൾ മോശ ഫറവോന്റെ പുത്രി എന്ന് വിളിക്കപ്പെട്ട്, പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെട്ട് ജീവിച്ച കാലഘട്ടം കഴിഞ്ഞിട്ട് ഒരു 40 കൊല്ലം ആരോടും മിണ്ടാനില്ലാതെ ആടുകളെ തീറ്റി നടന്ന ഒരു ഡാർക്ക് ഏജ് മോശയ്ക്കുണ്ടായിരുന്നു. ദാവീദിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എല്ലാവരുടെയും നോക്കി നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണും. പിന്നെ നമ്മളൊന്നും കണക്കാക്കാറില്ല, നമ്മളിതെല്ലാം സ്തോത്രം വിലയിരുത്താറില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ഓർക്കണം, എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ദൈവം തമ്പുരാൻ അനുവദിക്കുന്നൊരു കാലം കാണും. ദൈവം അനുവദിച്ച കാലമാണെങ്കിൽ അത് കഴിയും.
നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴെങ്കിലും കഴിയട്ടെ എന്നല്ല, ബൈബിൾ നമുക്ക് തരുന്ന മറ്റു ചില സൂചന കൂടി ചേർത്ത് വെച്ച് പറയാം. സ്തോത്രം. കർത്താവ് ഒരിക്കലും ഇവിടെ ഭൂമിയിലായിരുന്ന സമയത്ത് പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, ഈ ലോകത്തിൽ ഇന്ന് വരെ സംഭവിക്കാത്ത ഭയങ്കരമായിരിക്കുന്ന കഠിനത, കാഠിന്യം, ഉപദ്രവം ഉണ്ടാകും. യഹൂദനോടാണ് പറഞ്ഞത്, ഉണ്ടാകും. എന്നിട്ട് യേശു ഒരു കാര്യം കൂട്ടിച്ചേർത്തു, അത് നീണ്ടു പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചോളാൻ. അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? സ്തോത്രം. കാഠിന്യം നീണ്ടുപോകാതിരിക്കാൻ പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് ഒരു സായിപ്പ് തിയോളജി എഴുതിയതല്ല, യേശു ക്രിസ്തു പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് പറ, ചില കാലങ്ങൾ ചുരുങ്ങുന്ന പ്രാർത്ഥനയാണിത്. ഏത് കാലങ്ങളാ ചുരുങ്ങാൻ പോകുന്നത്? സ്തോത്രഹാലേലൂയ. അരുളപ്പാടില്ലാതിരുന്ന, എന്ത് സംഭവിക്കുമെന്നറിയാതിരുന്ന, വേദനകൾ വർദ്ധിച്ച് ഉത്തരം മുട്ടിച്ച പല കാര്യങ്ങൾ ഉണ്ടായത്. സ്തോത്രഹാലേലൂയ. ഇത്രയും പവിത്രമായി നിന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യം കൂടെ കൂടെ മനസ്സിനകത്ത് പൊങ്ങി വരുന്ന ആ കാലം ചുരുങ്ങാൻ ആ വാക്ക് വാഗൊണ്ട് പറഞ്ഞ് സ്തോത്രം ചെയ്ത് ചുരുങ്ങേണ്ടതിന് യേശു പറഞ്ഞു, ആ കാലം ചുരുങ്ങേണ്ടതിന്. ഏറിയ കാലമെന്ന് നിന്റെ ജീവിതത്തിൽ എഴുതി ചേർത്ത ചില വിഷയങ്ങളുടെ കാലം കർത്താവ് പറയുന്നു, തെക്ക് വടക്ക് നടക്കുമ്പോഴല്ല, പിന്നെ എങ്ങനെയാ ചുരുങ്ങുന്നത്? യേശു പഠിപ്പിച്ചു, പ്രാർത്ഥിക്കാം. വേദനയുടെ കാലം ചുരുങ്ങാൻ വേണ്ടി ആ വാക്കിനെ ഇന്ന് പകൽക്കാലം ഒന്ന് കയറി പിടിച്ച് പ്രാർത്ഥിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ചുമ്മാ തലയ്ക്ക് മീതെ പോകാനല്ല, അതൊന്ന് കയറി പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ? ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ കാഠിന്യത്തിൻ്റെ കാലം ചുരുങ്ങും. ഞാൻ പ്രാർത്ഥിച്ചാൽ നിന്നയുടെ കാലം ചുരുങ്ങും. അങ്ങനെ ഒരു ഡാർക്ക് ഏജ് ദൈവം അനുവദിച്ചേക്കാം. അത് ഏത് ഏലിയാവിനും അനുവദിക്കും. പക്ഷെ അത് 30 കൊല്ലമാകാതെ 3 കൊല്ലം കൊണ്ട് തീരാൻ, അടുത്ത അരുളപ്പാട് വരാൻ ഇന്ന് പകലിൽ ദൈവം നിന്നോട് പറയുന്നു, ഇന്ന് നീ പ്രാർത്ഥിച്ചോ, ആ ദിവസങ്ങൾ ചുരുങ്ങും. ഹല്ലേലൂയ.